നമ്മളെ വീട്ടിലൊക്കെ ഓണത്തിന് പൂവിടുക, അതുപോലെ തന്നെ നമ്മളെ വീട്ടിലൊക്കെ അതിൻ്റെ പൂജകൾ നടത്തുക, അല്ലെങ്കിൽ വിഷു ആഘോഷത്തിൻ്റെ പൂജകൾ നടത്തുക. അത് നമ്മൾ ചെയ്യുന്നതല്ല, അത് ചെയ്യുന്നവർ ചെയ്തു കൊള്ളട്ടെ. നമ്മളുടേതായ മതത്തിൻ്റെ ആചാരങ്ങളൊക്കെ നടത്തുകയും മറ്റുള്ളവർ നടത്തുന്നതിൽ നമുക്ക് യാതൊരു പ്രതിഷേധവും ഒരു എതിർപ്പും ഒരു ഇൻസൾട്ടാക്കലും നിന്ദിക്കലും ചീത്ത പറയലും കുറ്റം പറയലും അങ്ങനത്തെ യാതൊന്നുമില്ലാതെ സൗഹാർദ്ദപരമായി ജീവിക്കുക. അതാണ് മുസ്ലിം ഉമ്മത്ത് ചെയ്യേണ്ടത്. ഒരു പ്രത്യേക സ്റ്റേറ്റോ അല്ലെങ്കിൽ ജില്ലയോ അല്ലെങ്കിൽ രാഷ്ട്രമോ തിരിച്ചുകൊണ്ടല്ല ഇസ്ലാമിൻ്റെ ആഘോഷ പരിപാടികൾ, മറിച്ച് ലോകത്തുള്ള എല്ലാവർക്കും അനുഭവിക്കാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ആലമീൻ, സർവ്വ സൃഷ്ടികൾക്കും കാരുണ്യമാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുമായി ബന്ധപ്പെട്ട ഈ നബിദിനാഘോഷം എന്ന് പറയുന്നത് അത് ഇസ്ലാമിക ആഘോഷമാണ്. ഏതുപോലെ നമ്മുടെ ചെറിയ പെരുന്നാൾ ആഘോഷവും വലിയ പെരുന്നാൾ ആഘോഷവും പോലെയാണത്. അതേസമയത്ത് വേറെ പല ആഘോഷങ്ങളും മതപരമല്ലാത്ത വിധത്തിൽ ചിലപ്പോൾ ഉണ്ടാവും. ഇപ്പോൾ അടുത്ത് സ്വാതന്ത്ര്യദിന ആഘോഷം നടന്നു, അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരാഘോഷമാണ്. അതിൽ എല്ലാ ജനങ്ങളും ആ ആഘോഷത്തിൽ സന്തോഷം പ്രകടിപ്പിക്കും. ഇന്ത്യക്കാരൊക്കെ സന്തോഷം പ്രകടിപ്പിക്കും. അത് ഇന്ത്യയുടെ പുറത്ത് ജീവിക്കുന്നവരാണെങ്കിലും ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ്. ഇന്ത്യക്കാരൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൽ സന്തോഷം പ്രകടിപ്പിക്കും, ആഘോഷത്തിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ വളരെ സജീവമായി നമ്മുടെ സംഘടനകളും നമ്മുടെ സ്ഥാപനങ്ങളുമൊക്കെ ആ ആഘോഷം വളരെ ഗംഭീരമായി നടത്തിയിട്ടുള്ളത്. അതുപോലെ റിപ്പബ്ലിക് ദിനാഘോഷം, അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ആഘോഷമാണ്. അത് എല്ലാ ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ആളുകളുടെയും ഒരു ആഘോഷമാണ്. അത് ആ നിലക്ക് തന്നെ അത് നടക്കും. അതിന് മതപരമായ പരിവേഷങ്ങളൊന്നും ഇല്ല. അത് രാജ്യത്തിൻ്റേതാണ്, രാജ്യം അംഗീകരിച്ച രാജ്യത്തിൻ്റെ ആഘോഷമാണ്. അപ്പം അത് അങ്ങനെ നടക്കും. വേറെ ചില ആഘോഷങ്ങൾ ചില മതങ്ങളുടേതുണ്ടാവും. അത്തരം ആഘോഷങ്ങൾ അവർക്ക് ചില ആചാരങ്ങളും ഉണ്ടാവും. അവരുടെ ആചാരങ്ങളായി നടത്തുന്നത് നമുക്ക് ചിലപ്പോൾ അനുവദനീയമായി കൊള്ളണം എന്നില്ല. അപ്പം അങ്ങനെയുള്ള ചില ആചാരങ്ങളും ചില വിശ്വാസങ്ങളൊക്കെ ആ വിശ്വാസം ശരിയായി കൊള്ളണം എന്നുമില്ല. ചിലപ്പോൾ ഐതിഹ്യമായിരിക്കും. നമ്മൾ അതിനെ വിമർശിക്കാനും അതിനെ കുറ്റം പറയാനും അതിനെ നിന്ദിക്കാനൊന്നും പോകാൻ പാടില്ല. ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെയാണ്. ലാ തസുബ്ബുല്ലദീന യദ്ഉന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽം. അല്ലാഹുവിനെ ചീത്ത പറയാൻ നമ്മൾ നിമിത്തമാകരുത്. അതെങ്ങനെ? സ്വന്തം ബാപ്പാനെ ചീത്ത പറയാൻ നമ്മൾ നിമിത്തമാകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതെപ്പോഴാണ്? നമ്മൾ വേറൊരുത്തൻ്റെ ബാപ്പാനെ ചീത്ത പറയുമ്പോൾ അയാൾ തിരിച്ചിങ്ങോട്ടും ചീത്ത പറയും. അപ്പോൾ അതിന് നമ്മൾ കാരണമാകരുത്. അപ്പോൾ നമ്മളെ ബാപ്പാനെ ചീത്ത പറയിപ്പിച്ചാൽ നമ്മൾ തന്നെയാവും. ഇതുപോലെ അള്ളാഹുവിനെ ചീത്ത പറയാൻ നിമിത്തമാകരുത്. മറ്റ് അള്ളാഹു അല്ലാത്ത ധാരാളം വ്യക്തികളെയും വസ്തുക്കളെയും ആരാധിക്കുന്നവർ ലോകത്തുണ്ട്. അവർ അവരുടെ മതവുമായി ജീവിക്കുകയാണ്. അവരുടെ ആരാധ്യ വസ്തുക്കളെ നമ്മൾ ചീത്ത വിളിക്കാനോ ഇൻസൾട്ടാക്കി സംസാരിക്കാനോ പാടില്ല. അപ്പോൾ നമ്മൾ അതേ സമയത്ത് നമ്മൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുകയും ഇല്ല, ആരാധിക്കാൻ പാടില്ല. നമ്മളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. നമുക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു. വേറെയുള്ള ആളുകൾ ഏതെല്ലാമോ വ്യക്തികളെയും അതുപോലെ ഏതെല്ലാമോ വസ്തുക്കളെയും ഒക്കെ ആരാധിക്കുന്നു. അവരങ്ങനെ ആരാധിച്ചു കൊള്ളട്ടെ. നമ്മൾ അതിൽ പോയി ഇടപെട്ട് അതിനെ സംബന്ധിച്ച് നിന്ദിച്ച് സംസാരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമുക്ക് അത് നമ്മുടെ ഒരു ആരാധനയോ ആചാരമോ ആയി നമുക്ക് സ്വീകരിക്കാനും പാടില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, അവരുടെ ദീൻ അവർക്ക്, നമ്മുടെ ദീൻ നമുക്ക്. അതേസമയം മറ്റ് സാമൂഹ്യപരമായ വിഷയങ്ങളിൽ നമുക്ക് എല്ലാവർക്കും സഹകരിച്ച് എല്ലാവർക്കും പരസ്പരം കൂട്ടുചേർന്ന് ജീവിക്കാനുള്ളതാണ് നമ്മുടെ രാജ്യം എന്നല്ല, ഏത് രാജ്യത്ത് എന്നാലും അങ്ങനെയാണ് ഇവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകൾ യഹൂദികളിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്. യഹൂദി വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ പോയിട്ടുണ്ട്. ഒരിക്കലും ഒരു വർഗീയ ചിന്താഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകൾ പഠിപ്പിച്ചിട്ടില്ല. എല്ലാവരോടും സൗഹാർദ്ദത്തിലുള്ള പെരുമാറ്റമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവിടെ നിന്നാണ് നമുക്ക് മാതൃക. അതേ സമയത്ത് നമ്മൾ മറ്റൊരു മതത്തിൻ്റെ ആചാരങ്ങളെയോ അവരുടെ മതത്തിൻ്റെ ആഘോഷങ്ങളെയോ അല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തിൻ്റെ ആഘോഷങ്ങളെയോ നമ്മൾ കടമെടുക്കേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല. നമ്മളത് കടമെടുക്കേണ്ടതില്ല. അത് അവർക്ക് നടത്താനുള്ളതാണ്. അവരത് നടത്തിക്കൊള്ളട്ടെ. നമ്മൾ അതിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ നിർവഹിക്കുക.
നമ്മളെ വീട്ടിലൊക്കെ ഓണത്തിന് പൂവിടുക, അതുപോലെ തന്നെ നമ്മളെ വീട്ടിലൊക്കെ അതിൻ്റെ പൂജകൾ നടത്തുക, അല്ലെങ്കിൽ വിഷു ആഘോഷത്തിൻ്റെ പൂജകൾ നടത്തുക. അത് നമ്മൾ ചെയ്യുന്നതല്ല, അത് ചെയ്യുന്നവർ ചെയ്തു കൊള്ളട്ടെ. നമ്മൾ നമ്മളുടേതായ മതത്തിൻ്റെ ആചാരങ്ങളൊക്കെ നടത്തുകയും മറ്റുള്ളവർ നടത്തുന്നതിൽ നമുക്ക് യാതൊരു പ്രതിഷേധവും ഒരു എതിർപ്പും ഒരു ഇൻസൾട്ടാക്കലും നിന്ദിക്കലും ചീത്ത പറയലും കുറ്റം പറയലും അങ്ങനത്തെ യാതൊന്നുമില്ലാതെ സൗഹാർദ്ദപരമായി ജീവിക്കുക. അതാണ് മുസ്ലിം ഉമ്മത്ത് ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടെ ആചാരങ്ങൾ എങ്ങനെ നടത്തണം എന്നതിന് നിയമങ്ങളുണ്ട്. അപ്പോൾ പെരുന്നാളാണെങ്കിൽ അതിന് തക്ബീർ ചൊല്ലണം. പെരുന്നാൾ, ചെറിയ പെരുന്നാളിന് ഫിത്ർ സക്കാത്ത് കൊടുക്കണം. വലിയ പെരുന്നാളിന് തക്ബീർ ചൊല്ലണം. അത് വ്യത്യാസമുണ്ട്. വലിയ പെരുന്നാൾ പോലെ അല്ല ചെറിയ പെരുന്നാളിൻ്റേത്. അതേപോലെ തന്നെ വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഉദ്ഹിയ്യത്ത് അറുത്ത് കൊടുക്കണം. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളാണ്. ചെറിയ പെരുന്നാൾ നോമ്പിൻ്റെ സമാപനമായി വരും. വലിയ പെരുന്നാൾ ഹജ്ജ് കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് വരും. അങ്ങനെ നമുക്ക് നമ്മുടേതായ ആഘോഷങ്ങളുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിലുള്ള ആഘോഷം, അത് നബിതങ്ങൾ ജനിച്ചതിലുള്ള ആഘോഷമാണ്. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും നിർവഹിക്കുന്ന ഒരാഘോഷമാണ്. ആ ആഘോഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാൻ, നബിതങ്ങളുടെ മൗലിദ് ഓതുക, നബിതങ്ങളുടെ മദ്ഹ് പാടുക, അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റായ ഒരു കാര്യങ്ങളും നബിദിനാഘോഷ പരിപാടിയോടുകൂടി എവിടെയും നടക്കാൻ പാടില്ല. ശറഇൽ അനുവദനീയമായത് മാത്രമേ പാടൂ. അന്യപെണ്ണും അന്യപുരുഷനും പരസ്പരം സ്പർശിക്കുക, പരസ്പരം ദർശിക്കുക, അതുപോലെ അതിന് കാരണമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, അത് പാടില്ലാത്തതാണ്. ഇതുപോലെ പാടില്ലാത്തതാണ് പല കാര്യങ്ങളും. നമ്മൾ അനുവദനീയമായി ചെയ്യാൻ പാടില്ല. നമുക്ക് നമ്മുടെ വിവാഹ ആഘോഷ പരിപാടികൾ നടത്താം. അതൊരു സമൂഹത്തിൻ്റെ ആഘോഷമല്ല. ആ കല്യാണം നടക്കുന്ന ആളുടെ ഒരു സന്തോഷമാണ്, ഒരാഘോഷമാണ് വിവാഹാഘോഷം. ആ വിവാഹാഘോഷത്തിലും ചെയ്യുന്ന കാര്യം പടച്ചവൻ പൊരുത്തപ്പെട്ടത് മാത്രമേ പാടുള്ളൂ. ഭക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ വേണമെങ്കിൽ തലേ ദിവസമോ പിറ്റേന്നോ അല്ലെങ്കിൽ അന്ന് തന്നെയോ ഒരു ബുറുദയില്ല, അതൊന്നും കുഴപ്പമില്ല. എല്ലാറ്റിനും പരിധികളുണ്ട്, ഓരോന്നിനും രീതികളുണ്ട്. ഞാനിന്നാൾ ഒരു ദിവസം ഒരു സ്ഥലത്ത് ഒരു മരിച്ച വീട്ടിൽ വേറെക്കല്ലോ 40 എനിക്ക് ഓർമ്മയില്ല, അങ്ങനത്തെ ഏതോ ഒരു പരിപാടിക്ക് പോയി. അവിടെ എന്താ വേണ്ടത്? അവിടെ ഫാത്തിഹ ഓതുക, യാസീൻ ഓതുക, അതുപോലെ മൗലിദ് ഓതുക, ദിക്ർ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, അള്ളാഹുവിന് ദ്വാരക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒക്കെ മുമ്പേ നമ്മുടെ മുൻഗാമികൾ ചെയ്തു വന്നതാണ്. ഇനി അവിടെ ഒരാൾ ബുറുദ ചൊല്ലിയാൽ കുഴപ്പമുണ്ടോ? ബുറുദ ചൊല്ലിയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ബുറുദ ചൊല്ലുമ്പോൾ അവിടെ ഒരു ആഘോഷ ശൈലിയിൽ ചെല്ലരുത്. ഇത് മരിച്ച വീടാണെന്നുള്ള നല്ല ബോധം വേണം നമുക്ക്. അവിടെ ഒരു നബിദിനാഘോഷ പരിപാടി നടത്തുമ്പോൾ ഒരു ദപ്പ് മുട്ടിയിട്ട് ഒരാഘോഷ പരിപാടിയാക്കിയിട്ടല്ല മരിച്ച വീട്ടിൽ ബുറുദ ചെല്ലുകയാണെങ്കിൽ ചെല്ലേണ്ടത്. മറിച്ച് ബുറുദയെല്ലാം പക്ഷെ ആഘോഷമാണ് എന്ന് വരുന്ന രൂപത്തിൽ ചെയ്യാൻ പാടില്ല. കാരണം ഇത് മരിച്ച വീടാണ്, ഇത് ആഘോഷമല്ല. അപ്പോൾ എല്ലാറ്റിനൊപ്പം സംബന്ധിച്ച് നമുക്കൊരു ബോധം വേണം. ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനെ സംബന്ധിച്ച് എങ്ങനെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഒരു ബോധം വേണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ ഒരു ഭക്ഷണത്തിനൊരാളെ ക്ഷണിക്കാൻ, ആ ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ നമുക്ക് ഭക്ഷണം സ്വീകരിക്കാം, ഭക്ഷണം കഴിക്കാം, അതിന് തെറ്റൊന്നുമില്ല. അതിൽ തെറ്റില്ല. നമ്മളെ പഴയ കാലത്തൊക്കെ ഓണത്തിൻ്റെ അന്ന് നല്ല ഉണ്ട ഉണ്ടാക്കിയിട്ട് മുസ്ലിം സഹോദരന്മാർ നമ്മളെ വീട്ടിലൊക്കെ കൊണ്ടുതരാറുണ്ട്. ആ ഉണ്ട നമ്മൾ കഴിക്കാറുണ്ട്. കാരണം അവർ ഒരു ഭക്ഷണം ഉണ്ടാക്കി സന്തോഷത്തിന് കൊണ്ടുതന്ന് നമുക്ക് കഴിച്ചുകൂടാന്നുണ്ടോ? അത് കഴിക്കുന്നത് തെറ്റല്ല. അതേപോലെയുള്ള ഒരു സൗഹൃദത്തിൻ്റെ പേരിലുള്ള കാര്യങ്ങൾ തെറ്റല്ല. പക്ഷേ നമ്മൾ ഒരു ആചാരത്തിൻ്റെ ആളുകൾ ആകാൻ പാടില്ല. നമ്മൾ ആചാരത്തിൻ്റെ ആളുകളാകുമ്പോൾ ഇസ്ലാമിക ആചാരങ്ങളായിരിക്കണം, ഇസ്ലാമിക വിശ്വാസത്തിനും കർമ്മത്തിനും യോജിക്കുന്നതായിരിക്കണം. അല്ലാത്തതിലേക്ക് മുസ്ലിമീങ്ങളായ നമുക്ക് പോകാൻ പാടില്ല. അപ്പോൾ സൗഹൃദമൊക്കെ വേണം, അതിനൊന്നും യാതൊരു കുഴപ്പവും ഇല്ല. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല.